വൈകിട്ട് പുറത്തു പോയി ഭക്ഷണം കഴിക്കാന്ന് വിചാരിച്ചിരുന്ന ഞങ്ങൾക്ക് വലിയൊരു തിരിച്ചടിയായിട്ട് വലിയൊരു മഴ വന്നു. ആ മഴ കണ്ടപ്പോ തന്നെ എന്റെയും ചേട്ടന്റെയും മൂഡ് പോയി. ഇനിയിപ്പൊ പുറത്തു പോയി കഴിക്കണം. പിള്ളേരാണെങ്കിൽ ഒരു കാര്യങ്ങാനും നമ്മളൊന്ന് പറഞ്ഞു പോയാ പിന്നെ പെട്ടു. അതുമ്മ പിടിച്ചു വാശിയായിരിക്കും. ഞാൻ പറഞ്ഞു ദിപ്പ ശരിയാക്കി തരാം, നിങ്ങൾക്ക് ഷവർമ്മയല്ലേ കഴിക്കണ്ടു, അമ്മ ദിപ്പ റെഡിയാക്കി തരാം. ഭാഗ്യത്തിന് കുറച്ച് ചിക്കനും കുറച്ച് വെജിറ്റബിൾസും ഒക്കെ നമ്മുടെ ഫ്രിഡ്ജിൽ ഇരിക്കണ്ടായിരുന്നു. ആ ഒരു ധൈര്യത്തിലാണ് കേട്ടോ ഞാൻ ഇതൊക്കെ പറഞ്ഞു കൂട്ടിയത്. ഒരു കാര്യം ചെയ്യാം, ഷവർമ്മ റോള് മാത്രാക്കണ്ട, നമുക്ക് പിസ്സ ഉണ്ടാക്കാന്നും പറഞ്ഞു ഞാൻ അങ്ങോട്ട് തുടങ്ങിയിട്ട് എന്റെ പരിപാടി. എന്റെ തള്ളിമറക്കല് കേട്ടിട്ട് പ്രശാന്തേട്ടന്റെ പ്രതീക്ഷ മൊത്തം പോയതുകൊണ്ടാണോന്ന് അറിയില്ല. പ്രശാന്തേട്ടൻ പറഞ്ഞു എന്തിട്ടൊക്കെ ഉണ്ടാക്കാൻ വെച്ചാലും കൂട്ടത്തില് 2 ബുൾസൈ ഉണ്ടാക്കിക്കോ എനിക്ക് കഴിക്കാൻ കേട്ടാ. എന്റെ കഴിവിലും കുക്കിങ്ങിലും ആർക്ക് പ്രതീക്ഷ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആട്ടാ. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാനൊരു കലക്ക് കലക്കൊന്നും പറഞ്ഞുകൊണ്ട് ഉള്ള വെജിറ്റബിൾസ് ഒക്കെ എടുത്ത് ചോപ്പർ കൂട്ടലിലിട്ട് നന്നായി ചോപ്പ് ചെയ്ത് എടുത്തുട്ടാ. നല്ല ഭംഗിയായിട്ട് അത് അറേഞ്ച് ചെയ്ത് വെച്ചു. പിന്നെ നമ്മുടെ ചിക്കൻ പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജില്, അതെടുത്ത് വറുത്തെടുത്തുട്ടാ. പിന്നെ കുറച്ച് ചീസും ഇരിക്കണ്ടായി. അപ്പൊ പിന്നെ ആർഭാടായില്ലേ. റുമാലും കുബൂസും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ചപ്പാത്തി ചുട്ടിട്ട് അതിൽ അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചുട്ടാ. ചുട്ടോണ്ടിരുന്നപ്പോഴത്തേക്കും പാത്രം കഴുകൽ കഴിഞ്ഞ് നംശിവ് പറഞ്ഞു ഞാൻ ചപ്പാത്തി ചൂടാ അമ്മ അതിൽ സെറ്റ് ആക്കിക്കോന്ന് പറഞ്ഞു. എന്നാ പിന്നെ നീ ചുട്ടോ നംശിവേന്നും പറഞ്ഞ് അവന്റെയിലേക്ക് ആയുധം കൈമാറിയിട്ട് ഞാൻ പിസയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ അങ്ങോട്ട് തുടങ്ങിയിട്ടാ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ചപ്പാത്തി അങ്ങനെ നേരെ വെക്കുക. അതിൽ കുറച്ച് വെജിറ്റബിൾസ് ഏതൊക്കെയാ നമ്മുടെ കയ്യിലുള്ളത്. ഞാനിട്ടത് സവാള, കേബേജ്, ക്യാരറ്റ്, പിന്നെ നമ്മുടെ ചിക്കനും അതും നുള്ളി പറിച്ചിട്ടു. പിന്നെ അതിന്റെ മേലെ കൂടെ കുറച്ച് ചീസും വെതറി കൊടുത്തു കേട്ടാ. പിന്നെ ഓവൻ ഉള്ളവർക്ക് ഓവനിൽ വെച്ച് ചൂടാക്കാം, അല്ലാത്തവർക്ക് ദോശത്തട്ട് എടുത്ത് വെക്കുക, അതിന്റെ മേലെ ഇത് വെക്കുക, എന്നിട്ട് അത് അങ്ങോട്ട് അടച്ചു വെക്കുക. അപ്പൊ ആ ആവിയില് നമ്മുടെ സംഭവങ്ങളൊക്കെ അങ്ങോട്ട് മെൽറ്റായി സെറ്റ് ആയിക്കോളും. അങ്ങനെ ആ സംഭവം റെഡിയായി കിട്ടി. ഇപ്പൊ എനിക്ക് ഇങ്ങനെ ഇരുന്നിട്ട് എങ്ങനെ അത് കടിച്ചു കഴിക്കുക എന്നുള്ളൊരു ഡൗട്ട് വന്നപ്പോ ഞാൻ അതൊന്നും മടക്കി കൊടുത്തു. പിന്നെ അടുത്തത് ജാനുവിന് വീണ്ടും ഇതേ ഫില്ലിങ്സും സംഭവങ്ങളൊക്കെ വെച്ച് ഓവനിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം ജാനുവിന് റോള് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ആ ചൂടോടുകൂടി തന്നെ ഞാൻ അത് റോളാക്കിയിട്ട് ചുരുട്ടിയിട്ടാ. പിന്നെ കുറച്ച് കെച്ചപ്പൊക്കെ അതിന്റെ മേലെ വിതറി കൊടുത്തപ്പോ ആൾക്ക് ആ ലുക്കിൽ തന്നെ ഇഷ്ടപ്പെട്ടു കേട്ടോ സാധനം. അത് കഴിഞ്ഞ് നംശീനുള്ളതും ഉണ്ടാക്കി, പ്രശാന്തേട്ടനുള്ള ബുൾസൈയും ഉണ്ടാക്കി. പിന്നെ ഞങ്ങൾ എല്ലാരും കൂടി അത് കഴിക്കാനിരുന്നു കേട്ടാ. സത്യം പറയാലോ, കാര്യം പിള്ളേരെ സമാധാനത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണെങ്കിലും സംഭവം പൊളിച്ചിട്ടുണ്ടായിട്ടാ. അങ്ങനെ പുറത്തു കൊണ്ടുപോകാതെ തന്നെ പിള്ളേരെ എങ്ങനെ ഹാപ്പി ആക്കാന്നുള്ള മിഷൻ ഞാൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു കേട്ടാ. അപ്പോഴും നമ്മളെ തോൽപ്പിക്കാൻ വന്ന മഴ നിന്നിട്ടുണ്ടായില്ല കേട്ടാ.